ഹായ് ഹലോ വെൽക്കം ടു ക്യാപ്സ്യൂൾ സീരീസ്. ഇന്ന് നമ്മുടെ +1 ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ടോപ്പിക്കുകൾ മാത്രം പഠിച്ചാൽ പോരാ, പക്ഷെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ ടോപ്പിക്കുകൾ നമ്മൾ മസ്റ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം ഒട്ടും സമയം കളയാണ്ട് തന്നെ ക്വസ്റ്റിനിലോട്ട് കിടക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. Calculate the number of moles of O2 required to produce 240 gram of magnesium oxide. Atomic mass of magnesium is 24 and oxygen is 16. എന്താ ചോദിച്ചേക്കണേ? അതായത് 240 ഗ്രാം മെഗ്നീഷ്യം ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്ര മോൾ ഓക്സിജൻ വേണം? ഓക്കെ, എത്ര മോൾ ഓക്സിജൻ റിയാക്ട് ചെയ്താലാണ് 240 ഗ്രാം മെഗ്നീഷ്യം ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാം? അപ്പോ മെഗ്നീഷ്യം ഓക്സൈഡ് ആണ് ഉണ്ടാക്കേണ്ടത്, നമുക്ക് മനസ്സിലായി. അതായത് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാല് നമ്മൾ ആദ്യം തന്നെ ഇവിടെ നടക്കുന്ന റിയാക്ഷന്റെ ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ എഴുതണം. ഓക്കെ, മെഗ്നീഷ്യം ഓക്സൈഡ് ആണ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ മെഗ്നീഷ്യം ഓക്സൈഡിനെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ആരൊക്കെ തമ്മിൽ റിയാക്ട് ചെയ്യണം? മെഗ്നീഷ്യവും ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്താലേ മെഗ്നീഷ്യം ഓക്സൈഡ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോ റിയാക്ടൻസ് ആയിട്ട് നമ്മൾ മെഗ്നീഷ്യം എഴുതി, ഓക്സിജൻ എഴുതി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഓക്സിജൻ ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ ആണ്. ഓക്കെ, അതുകൊണ്ട് ഓക്സിജൻ നമുക്ക് ഇങ്ങനെ ഓന്ന് എഴുതിയാൽ പോരാ, O2 തന്നെ എഴുതണം. ഇനി വെറുതെ ഒരു ഇക്വേഷൻ എഴുതിയാൽ മാത്രം പോരാ, ഇക്വേഷനെ നമ്മൾ ബാലൻസ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ഒരു ഇക്വേഷനെ ബാലൻസ് ചെയ്യുക? ഒന്നുമില്ല, റിയാക്ടൻസ് സൈഡില് ഒരു എലമെന്റിന്റെ എത്ര ആറ്റങ്ങളാണുള്ളത് അത്ര ആറ്റങ്ങൾ തന്നെ പ്രൊഡക്റ്റ് സൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കി, റിയാക്ടൻസ് സൈഡില് ഒരു മെഗ്നീഷ്യം ആണുള്ളത്, പ്രൊഡക്റ്റ് സൈഡിലും ഒരു മെഗ്നീഷ്യം ഉണ്ട്. സോ മെഗ്നീഷ്യത്തിന്റെ കേസിൽ ഓക്കെ ആണ്. റിയാക്ടൻസ് സൈഡിൽ 2 ഓക്സിജൻ ഉണ്ട്, പക്ഷേ പ്രൊഡക്റ്റ് സൈഡിൽ ഒരു ഓക്സിജനേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഓക്സിജൻ നമ്മൾ ബാലൻസ് ചെയ്യണം. ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 2mgO ഇട്ടു. ഓക്കെ, ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 2mgO ഇടാണ്. നമ്മൾ ഒന്നും കൂടെ റീചെക്ക് ചെയ്യുമ്പോൾ നോക്കുക, ഇവിടെ ഇപ്പൊ മെഗ്നീഷ്യം 2 ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം ഉള്ളൂ. അപ്പൊ നമുക്ക് മെഗ്നീഷ്യത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ 2 ഇട്ടു. ഇപ്പൊ നമുക്കൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ കിട്ടി. അപ്പൊ ഇത്തരം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാല് നമ്മൾ ആദ്യം തന്നെ എന്ത് എഴുതണം? ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷന്റെ ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ എഴുതണം. അതിന്റെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ചു നോക്കുക. എന്താണ് പറയുന്നത്? 240 ഗ്രാം ഓഫ് മെഗ്നീഷ്യം ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മോൾ ഓക്സിജൻ റിയാക്ട് ചെയ്യണം? അപ്പൊ നോക്കി, ഒരാളുടെ മാസും ഒരു കാര്യം മോളിലാണ് പറഞ്ഞേക്കണേ അല്ലെ. ഓക്സിജന്റെ എണ്ണം അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് മോള് വെച്ചിട്ടും മെഗ്നീഷ്യം ഓക്സൈഡിന്റെ അളവ് മാസ് വെച്ചിട്ടോ പറഞ്ഞേക്കണേ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വരെ കമ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ മാസിനെ നമുക്ക് മോളാക്കി മാറ്റാൻ എളുപ്പമാണ്. അതിനുള്ളൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോണെന്ന് വെച്ചാല് 240 ഗ്രാം മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞാല് അത് എത്ര മോളാണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് മെഗ്നീഷ്യം ഓക്സൈഡ് കണ്ടുപിടിക്കാൻ പോവാണ്. ഇവിടെ നോക്ക്, മാസ് ആണ് തന്നേക്കണേ. അപ്പൊ മാസ് വെച്ചിട്ട് മാസ് തന്നിട്ട് നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ് ഗിവൺ മാസ് ബൈ GMM. ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള മാസ് എന്ന് പറയുമ്പോൾ 240 ഗ്രാം. ഓക്കെ, പിന്നെ മോളിക്കുലാർ മാസിന്റെ കൂടെ G എന്ന് എഴുതിയാൽ 1 GMM ആയി. മെഗ്നീഷ്യം ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് നമുക്ക് കണ്ടുപിടിക്കാം. നോക്ക്, ഒരു മെഗ്നീഷ്യത്തിന്റെ മാസ് 24. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു മെഗ്നീഷ്യമേ ഉള്ളൂ. സാധാരണ നമ്മൾ എങ്ങനെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുക? ഒരാറ്റത്തിന്റെ മാസ് ഇൻറ്റു നമ്പർ ഓഫ് ആറ്റം. അപ്പൊ 24 ഇൻറ്റു 1 പ്ലസ് അടുത്ത ആളാരാ? മെഗ്നീഷ്യം ഓക്സൈഡുള്ള അടുത്ത ആറ്റം ഓക്സിജൻ ആണ്. ഒരു ഓക്സിജന്റെ മാസ് 16, നമ്മുടെ ഒരു ഓക്സിജനേ ഉള്ളൂ. സോ 16 ഇൻറ്റു 1 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 24 പ്ലസ് 16 ഈക്വൽ ടു 40 ഗ്രാം. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസിനെ 1 GMM എന്ന് എഴുതിയാലും മോളിക്കുലാർ മാസ് എന്ന് എഴുതിയാലും ഈക്വൽ ആണ് അല്ലെ. മോളിക്കുലാർ മാസിന്റെ കൂടെ ചെയ്യുന്ന എഴുതിയാൽ എന്താണ്? 1 GMM ആണ്. ഓക്കെ, 240/40 ചെയ്തു. 240/40 ചെയ്യുമ്പോ നമുക്ക് കിട്ടും എന്ത്? 6.
നമുക്ക് മനസ്സിലായി 240 ഗ്രാം മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അത് 6 മോൾ ആണ്. ഇനി നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ എഴുതിയ കാര്യങ്ങൾ ടീച്ചർ തൽക്കാലം ആക്കിയാണ് കേട്ടോ. മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ നമ്മൾ 10th പഠിച്ചിട്ടുണ്ട്. സോ അതെന്തായാലും പഠിക്കണം. ഓക്കെ, ഇനി നോക്കി ഈ ഇക്വേഷൻ അനുസരിച്ച് ഇവിടെ റിയാക്ടന്റ് ഉണ്ട് അല്ലെ. ഈ ആരോന് മുമ്പിലുള്ള ആൾക്കാര് റിയാക്ടൻസ് ആണ്, ആരോന് ശേഷമുള്ള ആൾക്കാര് പ്രൊഡക്ട്സ് ആണ്. അപ്പോ റിയാക്ടൻസും പ്രൊഡക്റ്റും എത്ര മോൾ ഉണ്ടെന്ന് നോക്കാം. ആസ് പെർ ദ ബാലൻസ്ഡ് ഇക്വേഷൻ, ഈ ബാലൻസ്ഡ് ഇക്വേഷൻ അനുസരിച്ച് നോക്കിയേ 2 മോൾ മെഗ്നീഷ്യം 1 മോൾ ഓക്സിജനും റിയാക്ട് ചെയ്താല് 2 മോൾ മെഗ്നീഷ്യം ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇക്വേഷൻ അനുസരിച്ച് ഇവിടെ മോൾ വെച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ മോൾ വെച്ചിട്ടുള്ള സ്റ്റോഷിയോമെട്രി മാത്രം നമ്മൾ എഴുതേണ്ട ആവശ്യമുള്ളൂ. നോക്കി, ഇക്വേഷൻ അനുസരിച്ച് 2 മോൾ മെഗ്നീഷ്യവും 1 മോൾ ഓക്സിജനും തമ്മിൽ പ്രവർത്തിച്ചാൽ റിയാക്ട് ചെയ്താൽ 2 മോൾ മെഗ്നീഷ്യം ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഇവരെല്ലാവരും നമ്മൾ ഒരുമിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആരൊക്കെ തമ്മിലുള്ള കണക്ഷൻ ആണ് ചോദിച്ചേക്കണേ. നോക്കിയേ, നോക്ക്, calculate the number of moles of O2 required to produce 240 gram of magnesium oxide. അതായത് ഓക്സിജന്റെയും മെഗ്നീഷ്യം ഓക്സൈഡിന്റെയും കാര്യം മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. സോ അവർ തമ്മിലുള്ള കണക്ഷൻ മാത്രം തൽക്കാലം നമ്മൾ നോക്കിയാൽ മതി. നോക്കിയേ, ഇക്വേഷൻ അനുസരിച്ച് നോക്കിയേ, 1 മോൾ ഓക്സിജൻ റിയാക്ട് ചെയ്താല് 2 മോൾ മെഗ്നീഷ്യം ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുത്താണ്. ഇത് ചെയ്യാൻ വേറെ മെത്തേഡുകളൊക്കെ ഉണ്ട്. ടീച്ചർ ഒരു സിമ്പിൾ മെത്തേഡ് പറഞ്ഞു തന്നു മാത്രം കേട്ടാ. ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടോ അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റൻ ഒക്കെ ആയിട്ടായിരിക്കും എക്സാമിന് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ 6 മോൾ മെഗ്നീഷ്യം ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്ര മോൾ ഓക്സിജൻ വേണം? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അത് നമുക്ക് അറിയില്ല. സോ അറിയാത്ത ആളെ നമ്മൾ തൽക്കാലം എക്സ് എന്ന് എടുക്കാണെന്ന് വിചാരിക്കാം. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഇനി ഇക്വേഷൻ നമ്പർ 1നെയും ഇക്വേഷൻ നമ്പർ 2നെയും നമ്മൾ ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടാൻ നോക്കിയേ, എക്സ് മോൾ ഇട്ടാ 1/x ഈക്വൽ ടു 2/6. എന്ത് ചെയ്യും, നമ്മൾ ഇതിന്റെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്താ വരാൻ നോക്കിയേ, 6 ഇട്ടാ 1 into 6 equal to 2x. നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. എക്സിന് ഇവിടെ നിർത്താം, 2 ഇങ്ങോട്ട് കൊണ്ടുവരാം. അതായത് x equal to 6/2 which is equal to 3. അതായത് 3 മോൾ ഓക്സിജൻ റിയാക്ട് ചെയ്താലാണ് നമുക്ക് 6 മോൾ മെഗ്നീഷ്യം ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇച്ചിരി ചെയ്യണമെന്നുള്ളൂ, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. മോൾ കോൺസെപ്റ്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാവരും പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. ഇഫ് ദ മാസ് പെർസെന്റേജ് ഓഫ് വേരിയസ് എലമെന്റ്സ് ഓഫ് എ കോമ്പൗണ്ട് ഈസ് നോൺ, ഇറ്റ്സ് എംപിരിക്കൽ ഫോർമുല ക്യാൻ ബി കാൽക്കുലേറ്റഡ്. വാട്ട് ഈസ് മാസ് പെർസെന്റേജ്? ഗിവ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് മാസ് പെർസെന്റേജ് കാണാനുള്ള ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലെ മാസ് പെർസെന്റേജ്, സൊല്യൂട്ടിന്റെ മാസ് പെർസെന്റേജ് കാണാനുള്ള ഇക്വേഷൻ ആണ് മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ into 100. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A compound contain 4.07% hydrogen, 24.27% carbon and 71.65% chlorine. Its molecular mass is 98.96. Find empirical and molecular formula. അതായത് ഒരു കോമ്പൗണ്ടിലുള്ള ഡിഫറെന്റ് എലമെന്റ്സിന്റെ റേഷ്യോസ് അല്ല, പെർസെന്റേജ് ആണ് തന്നിട്ടുള്ളത്. ഈ പെർസെന്റേജ് വെച്ചിട്ട് മോളിക്കുലാർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ ആലോചിക്കുക, എന്താണ് എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ
പറഞ്ഞാല് അതായത് ഒരു കോമ്പൗണ്ടിലുള്ള എലമെന്റ്സിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമില് ഏറ്റവും സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് സിംപ്ലസ്റ്റ് റേഷ്യോയിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എംപെരിക്കൽ ഫോർമുല എന്ന് വിളിക്കുന്നത്. മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ആ കോമ്പൗണ്ടിൽ എത്ര എലമെന്റ്സ്, ഓരോ എലമെന്റ്സിന്റെയും എത്ര ആറ്റങ്ങൾ വീതമുണ്ട്, അങ്ങനെ ആക്ച്വൽ ആയിട്ടുള്ള റെപ്രസെന്റേഷനെയാണ് നമ്മൾ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. അതിന് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോർമുല അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് റേഷ്യോയിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് എംപെരിക്കൽ ഫോർമുല എന്ന് വിളിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു എളുപ്പ വഴിയാണ് ഉള്ളത്. ആ എളുപ്പ വഴി എന്താണെന്ന് വെച്ചാല് ആദ്യം തന്നെ ഏതൊക്കെ എലമെന്റ് ആണെന്ന് എഴുതാം. കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ. കാർബൺ എന്ന് പറയുന്നത് 4.07% ആണ്. സോറി, ഹൈഡ്രജൻ എന്ന് പറയുന്നത് 4.07% ആണ്. കാർബൺ എന്ന് പറയുന്നത് 24.27% ആണുള്ളത്. ക്ലോറിൻ എന്ന് പറയുന്നത് 71.65% ആണുള്ളത്. ഇനി നമുക്ക് ഇവിടെ ആറ്റോമിക് മാസ് എഴുതാം. കാർബണിന്റെ 1, ഹൈഡ്രജന്റെ 1, കാർബണിന്റെ 12, ക്ലോറിന്റെ 35.5. ഇനി എന്ത് ചെയ്യണം, നമ്മള് ഈ പെർസെന്റേജിനെ നമ്മുടെ ആറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 4.07/1, അപ്പൊ നമുക്ക് 4.07 തന്നെ കിട്ടും. ഓക്കെ, 24.27/12, അപ്പൊ നമുക്ക് എത്ര കിട്ടാ? അപ്പൊ നമുക്ക് 2.02 ആണ് കിട്ടാ. 2.02 കിട്ടും. അടുത്തത് ക്ലോറിന്റെ നമ്മള് 71.65/35.5 ചെയ്യുമ്പോ നമുക്ക് 2.01 ആണ് കിട്ടാം. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ കിട്ടിയിട്ടുള്ള നമ്പറില് ഏറ്റവും ചെറിയ നമ്പർ കൊണ്ട് ബാക്കി എല്ലാ നമ്പറിനെയും ഡിവൈഡ് ചെയ്യും. അതായത് 4.07/2.01 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. ഇവിടെ 2.02/2.01 അങ്ങനെ ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുക. 2.01/2.01 അപ്പോഴും 1 ആണ് കിട്ടുക. ഇവിടെ ഡെസിമൽ ആണ് കിട്ടുന്നതെങ്കിൽ അതിന് നമ്മൾ പോയിന്റ് കളയണം കേട്ടോ. അപ്പൊ 2, 1, 1. ഇതിൽ നിന്ന് നമുക്ക് എംപെരിക്കൽ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാം. എംപെരിക്കൽ ഫോർമുല അതിന് EF എന്നാണ് സാധാരണ റെപ്രസെന്റ് ചെയ്യുക. അതില് കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ എന്ന ഓർഡറിൽ എഴുതും. കാർബൺ 1, ഹൈഡ്രജൻ 2, ക്ലോറിൻ 2. ക്ലോറിൻ 1. അതായത് ഇവിടെ നമുക്ക് കിട്ടിയ സിംപ്ലസ്റ്റ് റേഷ്യോ ഇല്ലേ, ആ റേഷ്യോകളെ ഇവർ അടിയിലായിട്ട് എഴുതി വെക്കുക. കാർബൺ കിട്ടിയത് എത്ര എണ്ണാണ്? ഒരെണ്ണം. കാർബണിന്റെ അടിയിൽ നമ്മൾ 1 എഴുതി. ഹൈഡ്രജൻ എത്ര കിട്ടിയേ? 2. ഹൈഡ്രജന്റെ അടിയിൽ നമ്മൾ 2 എഴുതി. ക്ലോറിൻ എത്ര എണ്ണം കിട്ടിയേ? 1. ക്ലോറിന്റെ അടിയിലും നമ്മൾ 1 എഴുതി. ഇനി 1 ആണുള്ളതെങ്കിൽ അത് പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല. CH2Cl ആണ് നമ്മുടെ എംപെരിക്കൽ ഫോർമുല. ഇനി എന്ത് ചെയ്യണം? മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കണം. മോളിക്കുലാർ ഫോർമുല കാണാനുള്ള ഇക്വേഷൻ ആണ് മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു n into എംപെരിക്കൽ ഫോർമുല. അപ്പൊ ആദ്യം n കണ്ടുപിടിക്കണം. n കാണാനുള്ള ഇക്വേഷൻ ആണ് മോളിക്കുലാർ മാസ് divided by empirical formula mass. മോളിക്കുലാർ മാസ് ക്വസ്റ്റ്യനിൽ തരും. ഇനി വേപ്പർ ഡെൻസിറ്റി ആണ് തരുന്നതെങ്കിൽ അതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മോളിക്കുലാർ മാസ് കാണാൻ പറ്റൂ കേട്ടോ. ഇവിടുത്തെ മോളിക്കുലാർ മാസ് വരുന്നത് 98.95 ആണ്. എംപെരിക്കൽ ഫോർമുല മാസ് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഒന്നുമില്ല, ഈ എംപെരിക്കൽ ഫോർമുല നോക്കാം. എന്നിട്ട് നോക്കിയേ, അതിലൊരു കാർബണിന്റെ മാസ് 12 ആണ്, ഒരു ഹൈഡ്രജന്റെ മാസ് 1 ആണ്, ഒരു ക്ലോറിന്റെ മാസ് 35.5 ആണ്. ഓക്കെ, ഒരാറ്റത്തിന്റെ മാസിനെ നമ്പർ ഓഫ് ആറ്റം കൊണ്ട് ഇൻറ്റു ചെയ്യണം. 12 × 1 പ്ലസ് 1 × 2 പ്ലസ് 35.5 × 1. ഇതൊക്കെ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 49.5 ആണ് കിട്ടുക. ഓക്കെ, അപ്പോ 98.95 നമ്മള് 49.5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ കറക്റ്റ് ആയിട്ട് 1.9 ആണ് കിട്ടുക. ഇവിടെ നമുക്ക് എന്നിന്റെ വാല്യൂ ഒരിക്കലും ഡെസിമൽ പോയിന്റ് ഉള്ളത് കിട്ടില്ല. 1.9 നമുക്ക് എങ്ങനെ എഴുതാം? 2 എഴുതാം. ഓക്കെ, ഇനി മോളിക്കുലാർ ഫോർമുല കാണാൻ വേണ്ടിയിട്ട് നമ്മള് മോളിക്കുലാർ ഫോർമുല ഇക്വേഷൻ ഒന്നുകൊണ്ട് എഴുതുന്നില്ല.
മോളിക്കുലാർ ഫോർമുല കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ എന്നിനെ എംപെരിക്കൽ ഫോർമുല കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എംപെരിക്കൽ ഫോർമുലനെ എന്നോട് മൾട്ടിപ്ലൈ ചെയ്യും. എംപെരിക്കൽ ഫോർമുല CH2Cl ആണ്. മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ രണ്ടിന് ഈ എലമെന്റ്സിന്റെ താഴെയുള്ള നമ്പറോട് ഇൻറ്റു ചെയ്യണം. കാർബൺ ഒരെണ്ണാണുള്ളത്, അപ്പൊ 1 × 2 2, അപ്പൊ C2. ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട് അല്ലെ, അപ്പൊ 2 × 2 4. ക്ലോറിന്റെ ഇടയിൽ 1 ആണ്, അപ്പൊ 1 × 2 2. C2H4Cl2 എന്നാണ് ഇവിടെ മോളിക്കുലാർ ഫോർമുല വരുന്നത്. അതായത് നമുക്ക് എന്നിനെ എംപെരിക്കൽ ഫോർമുല കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എംപെരിക്കൽ ഫോർമുല CH2Cl എന്നാണ്. അതായത് ഒരു കാർബൺ ആണുള്ളത്, അപ്പൊ കാർബൺ എണ്ണം 1 × 2 2. ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട്, സോ 2 × 2 4. ക്ലോറിന് ഒരെണ്ണാണുള്ളത്, 1 × 2 2. അപ്പൊ C2H4Cl2 എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് നമുക്ക് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ട് 4 ലോസ് പഠിക്കാനുണ്ട്. ഈ 4 ലോസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ആദ്യത്തെ ലോ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ഇത് കൊണ്ടുവന്നത് ജോൺ ഡാൾട്ടൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ഈ ലോ പറയുന്നത് ഇങ്ങനെയാണ്: when two elements combine to form more than one compound, the different masses of the one element that combine with the fixed mass of the other element are in the ratio of small whole number. പെട്ടെന്ന് വായിക്കുമ്പോൾ കൺഫ്യൂഷൻ വരുമെങ്കിലും ഇത് വളരെ സിമ്പിൾ ആണ്. ലോ ഇങ്ങനെയാണ് പറയുന്നത്: 2 എലമെന്റ്സ് ചേർന്നിട്ട്, കാർബണും ഓക്സിജനും 2 ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാണെന്ന് വിചാരിക്കാം. കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അതിൽ ഒരു എലമെന്റിന്റെ മാസ് സെയിം ആയിരിക്കും, ഒരു എലമെന്റിന്റെ മാസ് ആയിരിക്കും ഡിഫറെന്റ് ആയിരിക്കുക. ആ ഡിഫറെന്റ് മാസസ് ഉള്ള എലമെന്റ്സിന്റെ ആ മാസുകൾ തമ്മിൽ ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ കാർബണും ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ ആണ് 12:16. ഓക്കെ, 12:16 ചെയ്യുമ്പോ നമുക്ക് എന്താ കിട്ടുക? 3:4 എന്നാണ് വരാം. ഓക്കെ, ഇവിടെ കാർബണും ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ ആണ് 12:32. ഓക്കെ, അത് സിംപ്ലിഫൈ ചെയ്യുമ്പോ 6:16 വരും. പിന്നെയും സിംപ്ലിഫൈ ചെയ്യുമ്പോ 3:8 എന്ന് വരും. ഓക്കെ, ഇതില് നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതില് കാർബന്റെ മാസ് സെയിം ആണ്, ഓക്സിജന്റെ മാസാണ് വ്യത്യാസമുള്ളത്. ആ വ്യത്യാസമുള്ള മാസുകളുള്ള എലമെന്റ്സ് ഏതാണോ അവരുടെ മാസുകൾ തമ്മിൽ ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും എന്നാണ് പറയാ. സോ ഇവിടുത്തെ റേഷ്യോ ആണ് 4:8. അത് ചെറുതാക്കുമ്പോൾ നമുക്ക് കിട്ടും 1:2. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ 2 എലമെന്റ്സിന്റെ ആറ്റങ്ങൾ ചേർന്നിട്ട്, 2 ഡിഫറെന്റ് എലമെന്റ്സിന്റെ ആറ്റങ്ങൾ ചേർന്നിട്ട് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടാവാണ്. അതിൽ ഒരു എലമെന്റിന്റെ മാസിൽ വ്യത്യാസമില്ല, ഒരു എലമെന്റിന്റെ മാസിലാണ് വ്യത്യാസമുള്ളത്. ആരുടെ മാസാണോ വ്യത്യാസമുള്ളത് ആ വ്യത്യാസമുള്ള മാസുകൾ തമ്മിൽ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും എന്നാണ് ആര് പറയുന്നത്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ പറയുന്നത്. നമുക്കിനി അടുത്ത ലോ നോക്കാം. അടുത്ത ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇത് കൊണ്ടുവന്നത് ലാവോസിയർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ഓക്കെ, ലോ ഇങ്ങനെയാണ് പറയുന്നത്: മാസ് ഓഫ് in a chemical reaction, the mass can neither be created nor be destroyed. Total mass of the reactant is equal to total mass of the product. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ മാസ് ഉണ്ടാവുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല. റിയാക്ടന്റിന്റെ ആകെ മാസും പ്രൊഡക്റ്റിന്റെ ആകെ മാസും ഈക്വൽ ആയിരിക്കും എന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്. ഇനി അടുത്ത ലോ നോക്കിയേ, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ജോസഫ് പ്രോസ്റ്റ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഈ ലോ പ്രപ്പോസ് ചെയ്തത്. ഈ ലോ ഇങ്ങനെയാണ് പറയുന്നത്: the given compound always contain the same elements combined in the same fixed proportion by mass irrespective of its source or method of preparation. ഒരു കോമ്പൗണ്ട്, ആ കോമ്പൗണ്ട് എവിടെ നിന്ന് എടുത്താലും ഏത് സോഴ്സിൽ നിന്ന് എടുത്താലും ആ കോമ്പൗണ്ടിലുള്ള എലമെന്റ്സിന്റെ ആറ്റങ്ങൾ സെയിം ആയിരിക്കും, ആറ്റങ്ങളുടെ മാസുകൾ തമ്മിലുള്ള റേഷ്യോവും സെയിം ആയിരിക്കും. ഇപ്പൊ നോക്ക്, ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നായി കാർബൺ ഡൈ ഓക്സൈഡ് കളക്ട് ചെയ്തു. എവിടത്തെ കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും അവിടെ ഉള്ളത് കാർബണും ഓക്സിജനും ആണ്. അതിൽ കാർബണിന്റെയും ഓക്സിജന്റെയും ആറ്റങ്ങളുടെ റേഷ്യോ, മാസുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 12:32 ആണ്. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 3:8. ഈ റേഷ്യോയില് വ്യത്യാസം ഉണ്ടാവില്ല. അടുത്ത നോക്കുക, ഗേ-ലുസാക്സ് ലോ.
ഈ ലോ കൊണ്ടുവന്നത് ഗേ-ലൂസാക്സ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ലോ ഇങ്ങനെയാണ് പറയുന്നത്: when gases react together they do so in a simple whole number ratios by volume provided all the gases are measured at the same temperature and pressure. ഓക്കെ, അതായത് നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യാണ്. അതിൽ റിയാക്ടൻസും പ്രൊഡക്റ്റും ഗ്യാസ് സ്റ്റേറ്റിലാണെങ്കിൽ അവരുടെ വോള്യങ്ങൾ തമ്മിൽ ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും എന്നാണ് ഈ ലോ പറയുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് എഴുതി നോക്കാം. നോക്കിയേ, H2 plus Cl2 gives 2HCl. ഓക്കെ, ഇതിൽ ഹൈഡ്രജൻ 1 മോൾ ആണുള്ളത്, ക്ലോറിനും 1 മോൾ ആണുള്ളത്. നോക്കി, ഈ എലമെന്റ്സിന്റെ മുന്നിലുള്ള നമ്പറിനെയാണ് നമ്മൾ മോൾ എന്ന് പറയുന്നത് കേട്ടോ. അതില് HCl 2 മോൾ ആണുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ വോള്യങ്ങൾ തമ്മിലുള്ള ഹൈഡ്രജന്റെയും ക്ലോറിന്റെയും HCl-ന്റെയും, ഹൈഡ്രജനും ക്ലോറിനാണ് റിയാക്ടന്റ്, HCl ആണ് പ്രൊഡക്റ്റ്. സോ ഇവരുടെ വോള്യത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:2 ആണ്. ഓക്കെ, 1:1:2 ആണ്. നമ്പർ ഓഫ് മോൾസ്. ഗേ-ലൂസാക്സ് ലോ നമുക്കൊന്ന് എഴുതി നോക്കാം കേട്ടോ. നോക്കി, H2 plus Cl2 gives 2HCl. ആദ്യം തന്നെ നമുക്കിവിടെ ഇത് റിയാക്ടന്റ്, ഇത് പ്രൊഡക്റ്റ്. റിയാക്ടന്റും പ്രൊഡക്റ്റും എത്ര മോൾ ഉണ്ടെന്ന് നോക്കാം. മോൾ എന്ന് പറയുമ്പോൾ മുന്നിലുള്ള നമ്പർ. ഹൈഡ്രജൻ 1 മോൾ ആണുള്ളത്, ക്ലോറിനും 1 മോൾ ആണുള്ളത്, HCl 2 മോൾ ആണുള്ളത്. ഈ മോളുകളുടെ എണ്ണം തമ്മിലുള്ള റേഷ്യോ തന്നെയാണ് വോള്യത്തിന്റെ റേഷ്യോ. ഓക്കെ, അപ്പൊ ഇവിടെ റേഷ്യോ നമുക്ക് കിട്ടും 1:1:2. ഓക്കെ, അടുത്തത് അവഗാഡ്രോസ് ഹൈപ്പോത്തിസിസ്. ഇത് കൊണ്ടുവന്നത് അവഗാഡ്രോസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. അവഗാഡ്രോ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. അണ്ടർ സിമിലർ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്. ടെമ്പറേച്ചർ സെയിം ആണ്, പ്രഷർ സെയിം ആണ്, വോളിയം സെയിം ആണെങ്കിൽ പാർട്ടിക്കിൾസിന്റെ എണ്ണവും സെയിം ആയിരിക്കും എന്നാണ് അവഗാഡ്രോ ലോ പറയുന്നത്. അപ്പൊ 4 ലോ ഉണ്ട്. 4 ലോ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോ എക്സാമ്പിൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോ ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ഒന്ന് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നെയിം ദ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഇലിസ്ട്രേറ്റഡ് ബൈ ദ പെയർ ഓഫ് കോമ്പൗണ്ട് CO and CO2. COയും CO2 ഏത് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ് കാണിക്കുന്നത്? നോക്കി, CO രണ്ടിലും കാർബൺ ഉണ്ട്, രണ്ടിലും ഓക്സിജൻ ഉണ്ട്. കാർബണിന്റെ എണ്ണം സെയിം ആണ്, ഓക്സിജന്റെ എണ്ണമാണ് വ്യത്യാസമായിട്ട് വരുന്നത്. സോ ഇവര് കാണിക്കുന്ന ഇവിടെ ഇലിസ്ട്രേറ്റ് ചെയ്യുന്ന ലോയാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. അത് നോക്കാം. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താ പറയണത്? മാസ് ക്യാൻ neither be created nor be destroyed. Total mass of the reactant equal to total mass of the product. അത് ഇലിസ്ട്രേറ്റ് ചെയ്യാം. അതൊരു എക്സാമ്പിൾ വെച്ച് നമ്മൾ ചെയ്ത് നോക്കുകയാണ്. നോക്കിയേ, 2H2 plus O2 gives 2H2. ആദ്യം തന്നെ ഒരു കെമിക്കൽ റിയാക്ഷന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എഴുതി. ഓക്കെ, ഇനി ഈ സൈഡിലുള്ളത് റിയാക്ടൻസ്, ഈ സൈഡിലുള്ളത് പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി റിയാക്ടന്റെ മാസ് നമ്മൾ കണ്ടുപിടിക്കാം. ഒരു H2ന്റെ മാസ് 2, നമ്മുടെ 2 H2 ഉണ്ട്. സോ ആകെ മാസ് എന്ന് പറയുന്നത് 4 gram. 4 gram ഹൈഡ്രജൻ ആണ് നമ്മുടെ ഉള്ളത്. ഓക്കെ, ഓക്സിജൻ 32 gram ഓക്സിജൻ നമ്മുടെ കയ്യിലുണ്ട്. ഒരു O2ന്റെ മോളിക്കുലാർ മാസ് 32 ആണ്. ഇവര് തമ്മിൽ റിയാക്ട് ചെയ്തപ്പോ 2 മോളിക്യൂൾ H2 ഉണ്ടായി. ഒരു H2ന്റെ മാസ് 18, 2 H2ന്റെ മാസ് 18 × 2 = 36. നിങ്ങൾ നോക്കിയേ, ഈ റിയാക്ടന്റിന്റെ ആകെ മാസ് കാണുമ്പോ നമുക്ക് 36 ആണ് കിട്ടാ. പ്രൊഡക്റ്റിന്റെ ആകെ മാസും 36 തന്നെയാണ്. അതായത് ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടന്റ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദ പ്രൊഡക്റ്റ്. ഇത് തന്നെയാണ് എന്ത് പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Calculate the molarity of a solution containing 8 gram of NaOH in 500 ml of water. 8 gram NaOH 500 ml വാട്ടറിൽ ഡിസോൾവ് ചെയ്തുണ്ടാകുന്ന സൊല്യൂഷന്റെ മൊളാരിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് 1 ലിറ്റർ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂട്ടിന്റെ അളവിനെയാണ് നമ്മൾ മൊളാരിറ്റി എന്ന് പറയുന്നത്. മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് മൊളാരിറ്റി ഈക്വൽ ടു WB/MB into V. WB എന്ന് പറഞ്ഞാല് മാസ് ഓഫ് ദ സൊല്യൂട്ട്, MB എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്, V എന്ന് പറഞ്ഞാല് മോളിയാണ്. ഓക്കെ, അപ്പോ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
WB. ഓക്കെ, ഇവിടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് NaOH ആണ്. NaOHന്റെ ഗിവൺ മാസ് 8 ആണ്. സോ WBക്ക് പകരം 8 എന്ന് നമ്മൾ എഴുതി. ഇനി MB എന്ന് പറഞ്ഞാൽ NaOHന്റെ മോളിക്കുലാർ മാസ്, അത് നമ്മൾ കണ്ടുപിടിക്കണം. NaOH നമ്മൾ ആദ്യം എഴുതാം. NaOH ഇതിൽ Na ഉണ്ട്, O ഉണ്ട്, H ഉണ്ട്. Naന്റെ അറ്റോമിക് മാസ് 23 ആണ്. ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആണ്. ആൻഡ് ഹൈഡ്രജന്റെ 1 ആണ്. ഓക്കെ, ഒരാറ്റത്തിന്റെ മാസിനെ നമ്മൾ നമ്പർ ഓഫ് ആറ്റം കൊണ്ട് ഡിവൈഡ് ചെയ്യും. 23 ഒരെണ്ണാണുള്ളത്, സോ 23 ഇൻറ്റു 1. സോഡിയം ഒരെണ്ണാണുള്ളത്, സോ 23 × 1 പ്ലസ് ഒരു ഹൈഡ്രജന്റെ മാസ് 16 ഇൻറ്റു 1 പ്ലസ് ഒരു ഓക്സിജന്റെ മാസ് 16, സോ 16 ഇൻറ്റു 1. ഇനി ഒരു ഹൈഡ്രജന്റെ മാസ് 1, സോ 1 ഇൻറ്റു 1 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 23 പ്ലസ് 16 പ്ലസ് 1 ഈക്വൽ ടു 40. ഓക്കെ, 8/40. ഇവിടെ വോളിയം എന്ന് പറയുന്നത് 500 ml ആണ്. ഇനി ഇവിടെ മില്ലി ലിറ്റർ അല്ലേ വോളിയം തന്നിട്ടുള്ളത്, സോ ഇനി നമ്മൾ ലിറ്ററിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് മുകളിൽ നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി വെട്ടി ചെറുതാക്കുമ്പോ നമുക്ക് കിട്ടാം 8/20 which is equal to 0.4. ഓക്കെ, മൊളാരിറ്റിയുടെ യൂണിറ്റ് ക്യാപിറ്റൽ M ആണ്. ഇത് നമ്മൾ മോളാർ എന്നാണ് വായിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What is meant by limiting reagent? Calculate the amount of carbon dioxide produced by the reaction of 32 gram of methane with 32 gram of oxygen. Identify the limiting reagent. അങ്ങനെ എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ് നമുക്ക് നോക്കാം. എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ, ലിമിറ്റിംഗ് റിയേജന്റ് ഈസ് എ റിയാക്ടന്റ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഫസ്റ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് therefore limit the amount of product. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അതിൽ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്ന, കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന റിയേജന്റിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. സോ ഒരു റിയാക്ഷനിൽ എത്രത്തോളം പ്രൊഡക്റ്റ് ഉണ്ടാകും എന്നുള്ളത് ലിമിറ്റിംഗ് റിയേജന്റ് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് 32 ഗ്രാം മീഥേൻ ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മളോട് ലിമിറ്റിംഗ് റിയേജന്റ് ഐഡന്റിഫൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും അങ്ങനെ പറയണമെന്നില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക എന്തോരം പ്രൊഡക്റ്റ് ഉണ്ടാകും എന്നുള്ളത് ലിമിറ്റിംഗ് റിയേജന്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിച്ചാലേ എന്തോരം പ്രൊഡക്റ്റ് ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ആദ്യം തന്നെ നമ്മളൊരു ഇക്വേഷൻ, ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ എഴുതണം. ചിലപ്പോൾ തരാറുണ്ട്, ചിലപ്പോൾ തരാറില്ല. സോ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഇക്വേഷൻ എഴുതാൻ പഠിക്കണം. ഓക്കെ, മീഥൈൻ റിയാക്ട് വിത്ത് ഓക്സിജൻ. മീഥേൻ ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കമ്പഷൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം എഴുതി മീഥേൻ CH4 ആരായിട്ട് റിയാക്ട് ചെയ്തേ? ഓക്സിജൻ ആയിട്ടാണ് റിയാക്ട് ചെയ്തേ. എത്ര വലിയ ഹൈഡ്രോ കാർബൺ ആണെങ്കിലും എത്ര ചെറിയ ഹൈഡ്രോ കാർബൺ ആണെങ്കിലും ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ആണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടാം. എത്ര വലിയ ഹൈഡ്രോ കാർബൺ ആണെങ്കിലും എത്ര കുഞ്ഞു ഹൈഡ്രോ കാർബൺ ആണെങ്കിലും ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്താല് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ആണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ബാലൻസ് ചെയ്യണം. എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക? കമ്പഷൻ ബാലൻസ് ചെയ്യാൻ വേറൊരു മെത്തേഡാണ്. ആ മെത്തേഡിൽ ബാലൻസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് എളുപ്പം. എത്ര കാർബൺ ഉണ്ടോ അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കാം. ഒരു കാർബൺ ഡൈ ഓക്സൈഡ്. എത്ര ഹൈഡ്രജൻ ഉണ്ടോ അതിന്റെ പകുതി വാട്ടർ എടുക്കാം. 4 ഹൈഡ്രജൻ ഉണ്ട്, 4ന്റെ പകുതി 2, സോ 2 മോളിക്യൂൾ വാട്ടർ എടുത്തു. ഇനി ഇവിടെ എത്ര ഓക്സിജൻ ആണുള്ളത്? അതിന്റെ പകുതി ഓക്സിജൻ ആണ് ഇവിടെ എടുക്കേണ്ടത്. ഇവിടെ 2 ഓക്സിജൻ. ഓക്കെ, രണ്ടാമത്തെ പ്രൊഡക്റ്റ് H2O 2 ഓക്സിജൻ, മൊത്തം 4 ഓക്സിജൻ. 4ന്റെ പകുതി 2 ഓക്സിജൻ നമ്മൾ റിയാക്ടന്റ് സൈഡ് എടുത്തു. ഇനി ഇതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയി. ഇനി നമുക്ക് ഇവിടുത്തെ സ്റ്റോഷിയോമെട്രി എഴുതാം. സ്റ്റോഷിയോമെട്രി എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലുള്ള സ്റ്റോഷിയോമെട്രി നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ക്വസ്റ്റനിൽ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് മാത്രം എഴുതിയാൽ മതി. ഇവിടെ ഗ്രാമിലുള്ള മാസ് ആണ് തന്നിട്ടുള്ളത്. സോ മാസ് വെച്ചിട്ടുള്ള സ്റ്റോഷിയോമെട്രി ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ മീഥേന്റെ മോളിക്കുലാർ മാസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ കണ്ടുപിടിക്കണം കേട്ടോ. കാർബണിന്റെ 12, ഹൈഡ്രജന്റെ 4. ഓക്കെ, ഒരു ആറ്റത്തിന്റെ മാസ് ഇൻറ്റു നമ്പർ ഓഫ് ആറ്റം. 12 പ്ലസ് ഒരു ഹൈഡ്രജന്റെ മാസ് 1 ആണ്. ഓക്കെ, അപ്പൊ 12 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് 16 ആണ് കിട്ടാം. നോക്കി, 12 ഇൻറ്റു 1. ഒരു കാർബണിന്റെ മാസ് ഇൻറ്റു നമ്പർ ഓഫ് കാർബൺ പ്ലസ് ഒരു ഹൈഡ്രജന്റെ മാസ് ഇൻറ്റു നമ്പർ ഓഫ് ഹൈഡ്രജൻ. നമുക്ക് ചെയ്യുമ്പോൾ 16 ഗ്രാം എന്നാണ് കിട്ടുക. പ്ലസ് 16 ഗ്രാം മീഥേൻ ആണ് എടുത്തിട്ടുള്ളത് നമ്മൾ കേട്ടോ.
റിയാക്ട് വിത്ത് ഒരു O2ന്റെ മോളിക്കുലാർ മാസ് 32 നമ്മുടെ 2 O2 ഉണ്ട്. സോ 2 × 32 64 ഗ്രാം. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോ നമുക്ക് 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡും ഒപ്പം തന്നെ 36 ഗ്രാം വാട്ടറുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നോക്കാം, ആദ്യം തന്നെ ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കണം, എങ്കിലേ നമുക്ക് എന്തോരം പ്രൊഡക്റ്റ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? തന്നിട്ടുള്ള രണ്ട് റിയാക്ടൻസിൽ ഏതെങ്കിലും ഒരാളായിരിക്കും ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ട് വരാം. സോ ഈ റിയാക്ടൻസ് തമ്മിലുള്ള ഇക്വേഷൻ അനുസരിച്ച് ഈ റിയാക്ടൻസ് തമ്മിലുള്ള കണക്ഷൻ നമുക്ക് ആദ്യം ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, നോക്കിയേ, ഇക്വേഷൻ അനുസരിച്ച് 16 ഗ്രാം മീഥേന് റിയാക്ട് ചെയ്യാൻ 64 ഗ്രാം ഓക്സിജൻ വേണം. ഇക്വേഷൻ അനുസരിച്ചുള്ള കണക്ഷൻ നമ്മൾ എഴുതി വെച്ചു. ഓക്കെ, 16 പേനയുടെ വില 64 രൂപ. അപ്പൊ ഒരു പേനയുടെ വില എങ്ങനെയാ കാണാ 64/16. നിങ്ങൾ നോക്കിയേ, 16 ഗ്രാം മീഥേന് റിയാക്ട് ചെയ്യാൻ 64 ഗ്രാം ഓക്സിജൻ വേണം. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം മീഥേന് റിയാക്ട് ചെയ്യാൻ എന്തോരം ഓക്സിജൻ വേണം? അതെങ്ങനെ കാണാം? 64/16. നമ്മുടെ കയ്യിൽ 32 ഗ്രാം മീഥേൻ ഉണ്ട്. 32 ഗ്രാം മീഥേന് റിയാക്ട് ചെയ്യാൻ എത്ര ഗ്രാം ഓക്സിജനാ വേണ്ടത്? അതെങ്ങനെ കണ്ടുപിടിക്കുക? 64/16 × 32. നിങ്ങൾ നോക്കിയേ, ഒരു പേനയുടെ വില 64/16 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 32 പേനയുടെ വില എങ്ങനെയാ കാണാ? 64/16 × 32. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 128 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് 32 ഗ്രാം മീഥേന് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 128 ഗ്രാം ഓക്സിജൻ വേണം. പക്ഷെ നമ്മുടെ കയ്യിൽ 32 ഗ്രാം ഓക്സിജനേ ഉള്ളൂ. സോ ഓക്സിജൻ ആണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റ് ഈസ് ഓക്സിജൻ എന്ന് എഴുതി വെക്കാം. നമുക്കറിയാം ലിമിറ്റിംഗ് റിയേജന്റ് ആണ് എത്രത്തോളം പ്രൊഡക്റ്റ് ഉണ്ടാകും എന്ന് നിർണ്ണയിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റിന്റെ അളവ് ചോദിച്ചിട്ടുണ്ട് അല്ലെ? ആ പ്രൊഡക്റ്റിന്റെ അളവ് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ടുള്ള ഓക്സിജന്. ഇവിടെ ഒരു പ്രൊഡക്റ്റിന്റെ കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ നമ്മൾ ഇനി എഴുതാൻ പോണത് ഇക്വേഷൻ അനുസരിച്ച് റിയാക്ടന്റ് ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ടുള്ള ഓക്സിജനും അതേപോലെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും തമ്മിലുള്ള കണക്ഷൻ ആണ്. നോക്കി, 64 ഗ്രാം ഓക്സിജൻ റിയാക്ട് ചെയ്താല് 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം ഓക്സിജൻ റിയാക്ട് ചെയ്താൽ എന്തോരം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവാ? അതിങ്ങനെ കണ്ടുപിടിക്കുക. 44/64. നോക്കിയേ, 64 പേനയുടെ വില 44 രൂപ. അപ്പൊ ഒരു പേനയുടെ വില എങ്ങനെയാ കാണാം? 44/64. നമ്മുടെ കയ്യിൽ 32 ഗ്രാം ഓക്സിജൻ ആണുള്ളത്. അപ്പൊ 32 ഗ്രാം ഓക്സിജൻ റിയാക്ട് ചെയ്താൽ എന്തോരം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്ന കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 44/64 × 32. നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഒരു പേനയുടെ വില 44/64 രൂപയാണ്. 32 പേനയുടെ വില എങ്ങനെ കാണാം? 44/64 × 32. അത് ചെയ്യുമ്പോ നമുക്ക് 22 ആണ് ആൻസർ ആയിട്ട് വരാം. ഓക്കെ, 22 ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റ് ഓക്സിജൻ ആണെന്ന് കണ്ടുപിടിച്ചു. നമുക്ക് ഉണ്ടാവുന്ന പ്രൊഡക്റ്റിന്റെ അളവ് 22 ഗ്രാം ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. The mole concept helps in handling a large number of atoms and molecules in stoichiometric calculation. Define 1 mole. എന്താണ് 1 mole എന്ന് പറഞ്ഞാല്? 1 mole എന്ന് പറഞ്ഞാല് 1 mole is the amount of substance that contain 6.022 × 10⁻23 elementary entities, atoms, molecules or ions. അതായത് 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ഉള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ 1 mole എന്ന് പറയുന്നത്. അത് ആറ്റം ആയിരിക്കാം, മോളിക്യൂൾ ആയിരിക്കാം, അയോൺ ആയിരിക്കാം. ഓക്കെ, 1 മോൾ ആറ്റം എന്ന് പറഞ്ഞാല് അതിൽ 6.022 × 10⁻23 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. 1 മോൾ മോളിക്യൂൾ എന്ന് പറഞ്ഞാല് അതിൽ 6.022 × 10⁻23 മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. 1 മോൾ അയോൺ എന്ന് പറഞ്ഞാൽ അതിൽ 6.022 × 10⁻23 അയോൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് 1 മോൾ നമുക്ക് വേറെ രീതിയിലും പറയാം. 1 മോൾ ആറ്റം ആണെങ്കിൽ അതില് 6.022 × 10⁻23 ആറ്റങ്ങളാണ് ഉണ്ടാവുക. 1 മോളുള്ള ഏതൊരു ആറ്റത്തിന്റെയും എസ്ടിപിയിലെ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. 1 മോൾ എന്ന് പറയുമ്പോൾ അതിന്റെ മാസ് എന്ന് പറയുന്നത് 1 GAM ആയിരിക്കും. അതായത് ആറ്റോമിക് മാസിന്റെ കൂടെ G എന്ന് എഴുതിയാൽ അത് 1 മോളിന്റെ മാസ് ആണ്. ഇനി ഒരു മോളിക്യൂൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ 1 മോൾ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അതിൽ 6.022 × 10⁻23 മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. 1 മോളുള്ള ഏതൊരു മോളിക്യൂളിന്റെയും എസ്ടിപിയിലെ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. 1 മോളുള്ള ഏതൊരു മോളിക്യൂളിന്റെയും മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 1 GMM ആണ്. അതായത് മോളിക്കുലാർ മാസിന്റെ കൂടെ G എന്ന് എഴുതിയാൽ അത് 1 മോളിന്റെ
1 മോളിന്റെ മാസ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ മൊളാരിറ്റി ആൻഡ് മൊളാരിറ്റി. ഓക്കെ, അതായത് മൊളാരിറ്റിയിലും ടെമ്പറേച്ചറിന്റെ ഇൻഫ്ലുവൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാം. മൊളാരിറ്റി എന്ന് പറഞ്ഞാല് 1 ലിറ്റർ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിന്റെ അളവിനെയാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് WB/MB × V. മൊളാലിറ്റി എന്ന് പറഞ്ഞാല് 1 കിലോഗ്രാം സോൾവെന്റിലുള്ള സൊല്യൂട്ടിന്റെ അളവാണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് WB/MB × WA. ഇവിടെ നോക്കി, ആദ്യത്തെ ഇക്വേഷനിൽ വോളിയം എന്ന് പറഞ്ഞ ടേം ഉണ്ട്. ഈ വോളിയം എന്ന് പറഞ്ഞ ടേം ടെമ്പറേച്ചറിനനുസരിച്ച് മാറും. ടെമ്പറേച്ചർ മാറിയ വോളിയം മാറും. സോ മൊളാലിറ്റി ടെമ്പറേച്ചറിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആണ്. മൊളാലിറ്റി അങ്ങനെയല്ല, ഇവിടെ മാസ് ആണുള്ളത്. മാസും ടെമ്പറേച്ചറും തമ്മിൽ വലിയ കണക്ഷൻ ഒന്നുമില്ല. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് മാസിൽ വ്യത്യാസം വരില്ല. സോ മൊളാലിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, പക്ഷെ മൊളാരിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അടുത്തത് നോക്കാം. Calculate the molality of a solution prepared by dissolving 18 gram of glucose in 500 gram ആണ് ട്ടോ. 500 കിലോഗ്രാം അല്ല, 500 gram water. ഓക്കെ, അപ്പൊ നമ്മളോട് മൊളാലിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. മൊളാലിറ്റി എന്ന് പറഞ്ഞാല് 1 കിലോഗ്രാം സോൾവെന്റിലുള്ള സൊല്യൂട്ടിന്റെ അളവ്. മൊളാലിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് WB/MB × WA. WB എന്ന് പറഞ്ഞാല് മാസ് ഓഫ് സൊല്യൂട്ട്. ഇവിടുത്തെ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിന്റെ മാസ് 18 ഗ്രാം. MB എന്ന് പറഞ്ഞാൽ മോളാർ മാസ്. 118 ആണ്, തന്നിട്ടുണ്ട്. 180 ഗ്രാം ഇൻറ്റു WA എന്ന് പറഞ്ഞാല് സോൾവെന്റിന്റെ മാസ്. അത് 500 ഗ്രാം ആണ്. ഗ്രാമിനെ കിലോഗ്രാമിലോട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1000 കൊണ്ട് മുകളില് ഇൻറ്റു ചെയ്യും. ഓക്കെ, നമുക്ക് ആൻസർ ആയിട്ട് വരാം 0.2 m. മൊളാലിറ്റിയുടെ യൂണിറ്റ് സ്മോൾ ലെറ്റർ m ആണ്. സോ നമ്മുടെ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ടോപ്പിക്കുകൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ താങ്ക് യു.